നിന്നെ മന്നബുദ്ധി നിലവിളിച്ചിട്ട് പോയത്? നിനക്കെന്താ ഒന്നും മനസ്സിലാവുന്നില്ലേ? ഇത്രയും പറഞ്ഞിട്ട് എന്നിട്ട് നീ ചിരിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് വിഷമമൊന്നുമില്ല? അല്ലെങ്കിലും ഭർത്താക്കന്മാർ അങ്ങനെ വിളിച്ചുകൊണ്ട് എന്ത് വിഷമിച്ചിരിക്കാനാ? എടി, ഈ സ്നേഹം പറയണതേ കിട്ടാനും നിലനിർത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാ. അപ്പരോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണു, അത്ര തന്നെ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? ചേച്ചി, ഞാൻ പറയണോണ്ടൊന്നും വിചാരിക്കല്ലേ. ഏട്ടന് നിന്നെ തീരെ വിലയില്ലെന്നാ എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നീ കുറച്ചെങ്കിലും ബോൾഡ് ആവ്. ഇത്രയും പഠിച്ചല്ലേ, വെറുതെ വീട്ടിലിരിക്കാണ്ടേ ഒരു ജോലിക്കൊക്കെ പോ. അപ്പൊ നിന്റെ ഈ ചിന്താഗതി ഒന്ന് മാറും. എടി, എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ നിനക്കെന്താ പ്രശ്നം? ഏട്ടനിടയ്ക്ക് പറയാറുണ്ട് നീ കൊണ്ടുവന്നിട്ട് വേണ്ട കുടുംബം കഴിയാൻ, അതിന്റെ ആവശ്യമില്ലെന്ന്. അല്ലെങ്കിലും ഞാൻ ജോലിക്ക് പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരുടെ നോക്കുക? കുഞ്ഞിന്റെ കാര്യങ്ങള്, വീട്ടുകാര്യങ്ങള് എല്ലാം സ്റ്റക്കായി പോയില്ലേ? എന്തായാലും ഞാൻ ഈ ലൈഫിൽ ഹാപ്പിയാ. എന്റെ ചേച്ചി, ഒരാളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ജീവിതം സന്തോഷമായിട്ട് എന്നില്ല. നിന്റെ സന്തോഷം നിലനിർത്താൻ വേണ്ടിട്ടേ ഏട്ടൻ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെക്കാറുണ്ടോ? അത് ഒരിക്കലും ഇല്ല. അതൊക്കെ റെയർ ആയിരിക്കും. നമ്മള് പെണ്ണുങ്ങളാ എപ്പോഴും ഈ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെ ഒക്കെ പുറകെ പോയിട്ട് ജീവിതം കളയാൻ നിൽക്കുന്നത്. നീ കുറച്ചുകൂടി സ്ട്രോങ് ആവ്. എന്നിട്ട് കിട്ടുന്ന സന്തോഷമൊക്കെ മതി ലൈഫില്. എടി മോളെ, ഒരു കുടുംബം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനേ അത് നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ടല്ലേ സാധിക്കുള്ളൂ. അങ്ങനെ ആരേച്ചി പറഞ്ഞത്? കല്യാണത്തിന് മുമ്പ് വീട്ടുകാരുടെ ചെലവിൽ കഴിയും, കല്യാണത്തിന് ശേഷം ഭർത്താവിന്റെ ചെലവില് വീട് കാര്യങ്ങളും കുട്ടികളും വീട് പണിയൊക്കെ ചെയ്ത് നമ്മൾ പെണ്ണുങ്ങൾ എന്തിനെങ്ങനെ ഒതുങ്ങി കൂടേണ്ട ആവശ്യം? അല്ലെങ്കിലും ഇത് പെണ്ണുങ്ങളുടെ മാത്രം ഉത്തരവാദിത്വ? ആണുങ്ങൾക്ക് ഇതിൽ ഒരു കടമയില്ലേ? ചേച്ചി, നിനക്ക് നാളെ ഒന്ന് പുറത്തിറങ്ങണമെങ്കിലേ നീ ഇവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം? കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, വീട് അടിക്കണം, തുടയ്ക്കണം. എന്നിട്ടൊന്ന് മനസമാധാനത്തിൽ പുറത്ത് പോയിട്ട് 2 ദിവസം നിൽക്കാൻ പറ്റുമോ? അപ്പോഴും വിളി വരില്ലേ, അതെവിടെ ഇതെവിടെ ഇതെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആണുങ്ങളുടെ കാര്യം അങ്ങനെയാ. അവർക്ക് എവിടെയെങ്കിലും പോകണം തോന്നിയാലേ ഒരു ബാഗും പാക്ക് ചെയ്ത് ഒറ്റ പോക്കാ. അവർക്ക് ഈ വീട്ടുകാര്യങ്ങളോ ഭാര്യന്റെയോ കുട്ടികളുടെയോ എന്തെങ്കിലും കാര്യങ്ങളും അറിയണ. നമ്മൾ മാത്രം പിന്നെ എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത്? ഇതൊന്നും മനസ്സിലാക്കതൊക്കെ. എടി, എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫ് ഉണ്ട്. അതെന്തെങ്കിലും കിട്ടുന്നുള്ളൊരു വിശ്വാസത്തിലാ ഇപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത്. എന്തായാലും കൊടുത്തൊന്നും തിരിച്ചു കിട്ടാതിരിക്കില്ലല്ലോ, എന്തെങ്കിലും കിട്ടായിരിക്കും. എന്റെ ചേച്ചി, ഇങ്ങനെ ചിന്തിക്കണവരുടെ ജീവിതമൊക്കെ പോയിട്ടേ ഉള്ളൂ. അതാദ്യം നീ ഒന്ന് മനസ്സിലാക്ക്.